ഈ പോറ്റിയെ കേറ്റി എന്നുള്ള പാട്ടുണ്ടല്ലോ, ഈ പാട്ട് കേരളത്തിന് ഇനി അലയടിക്കുകയാണ്. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും അലയടിക്കുകയാണെങ്കിൽ പാർട്ടിയുടെ അവസ്ഥ എന്താകും? വളരെയേറെ അല്ലേ, പദപ്രയോഗങ്ങൾ കൊണ്ടും പ്രാസഭംഗി കൊണ്ടും ആളുകളുടെ ഇടയിൽ വളരെ സ്വാധീനിച്ചു. വീരമണിയുടെ പഴയ പാട്ടെല്ലാവരും അങ്ങ് മറന്നുപോയി. എല്ലാവരും ഇപ്പോൾ ഈ പാട്ടിൻ്റെ പുറയിലായിരിക്കുകയാണ്. ഇത് ഈ 3-4 മാസം കൂടെ കേരളത്തിൽ അലയടിച്ചാലത്തെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ പാർട്ടി കർശനമായ നടപടിയിലേക്ക് പോകേണ്ടി വരും. അപ്പം കുറ്റപത്രം വരട്ടെ എന്നാണ് ഇപ്പോഴും അദ്ദേഹം പറയുന്നത്. കുറ്റപത്രം ഏത് കാലത്ത് വരാനാണ്? ദേവസ്വം ബോർഡിന്റെ ആകെയുള്ള പങ്കാളിത്തത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ബോർഡിന് നഷ്ടമുണ്ടാക്കണമെന്ന ലക്ഷ്യത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അന്യായമായ സാമ്പത്തിക ലാഭം ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തിലും പത്മകുമാറുമായി ചേർന്ന് പ്രവർത്തിച്ചതിനാണ് എൻ വിജയകുമാർ അറസ്റ്റിലായിരിക്കുന്നത്. അപ്പോൾ ബോർഡിന്റെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ് വരുന്നത്. ഈ ബോർഡ് എന്ന് പറയുന്നത് അതിലെ അംഗങ്ങളെ LDF നിയോഗിച്ചതാണ്, സർക്കാർ നിയോഗിച്ചതാണ്. അത് അങ്ങനെ വരികിലും ഈ നിമിഷം രണ്ടാമത്തെ ദേവസ്വം ബോർഡ് അംഗം അറസ്റ്റിലായതിനു ശേഷവും CPM എന്തുകൊണ്ടായിരിക്കും പത്മകുമാറിനെതിരെയോ മറ്റാളുകൾക്കെതിരെയോ സംഘടനാ നടപടി വേണ്ട എന്ന് തീരുമാനിക്കുന്നത്? ഇപ്പോഴും ഈ കാര്യങ്ങളിലൊന്നും വിശ്വസിക്കാതെ മാധ്യമ വാർത്തകൾ അനുസരിച്ച് നടപടി എടുക്കലല്ല ഞങ്ങളുടെ പണിയെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? തെരഞ്ഞെടുപ്പ് ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ് അഭിലാഷേൻ്റെ കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തലാണല്ലോ ഇന്ന് നടന്നത്. തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ എന്താണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്? പാർട്ടിക്കൊരു ക്ഷീണം ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. അദ്ദേഹം കുറച്ച് കണക്കുകളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. പക്ഷേ അപ്പോഴും പറയുന്നത് എന്താണ്? കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനേക്കാട്ടിൽ ഞങ്ങൾക്ക് ഏതാണ്ട് 60ഓളം നിയമസഭാ മണ്ഡലങ്ങൾ അത്രയും ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ, പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഭൂരിപക്ഷം വേണമെങ്കിൽ ഏതാണ്ട് 72-73 വേണമല്ലോ. അപ്പോൾ അത് പുറകിലാണ്. അത്ര ഏതാണ്ട് 12-13 സീറ്റുകൾക്ക് പുറകിലാണ്. ആ ഒരു യാഥാർത്ഥ്യം അദ്ദേഹം പറയുന്നുമുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതിൻ്റെ ഒരു വിഷയമെന്ന് പറയുന്നത്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ CPMൻ്റെ ഒരു സംഘടനാ നേതാവിനെ, പ്രമുഖനായ ഒരു സംഘടനാ നേതാവിനെ കൂടെ അറസ്റ്റ് ചെയ്ത ദിവസമാണെന്ന് അല്ലേ? ആ അവസരത്തിലും പോലും അങ്ങനെയാണ് പറയുന്നത്. സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം ഉണ്ടായ പത്രസമ്മേളനമാണത്. പക്ഷേ ഘടകകക്ഷി CPIക്ക് ഇത് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. CPIയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടി സെക്രട്ടറി ഇന്നലെ മിനിയാന്ന് ഇതിൻ്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് പറയുന്നുണ്ട് ശബരിമല വിഷയം നന്നായി പ്രതിഫലിച്ചിട്ടുണ്ട്. അല്ല ശ്രീ രാജഗോപാൽ, ഈ തെരഞ്ഞെടുപ്പാണ് മുന്നിൽ കാണുന്നതെന്ന് പറയുമ്പോൾ ഉള്ള പ്രശ്നം, ഇന്നിപ്പോൾ N വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തു. നമുക്കറിയാവുന്നതുപോലെ പത്മകുമാറും വാസുവും ജയിലിലാണ്. ജാമ്യത്തിന് വേണ്ടിയുള്ള നിരന്തര ശ്രമങ്ങൾ പരാജയപ്പെടുകയാണ്. അപ്പോൾ പാർട്ടി നിയോഗിച്ച 3 പേർ അഴിക്കകത്ത് കിടക്കുമ്പോൾ അവരെ സംരക്ഷിക്കുന്നത് ഏത് തരത്തിലാണ് ഗുണം ചെയ്യുക? രാഷ്ട്രീയമായി വലിയ അവമതിപ്പും തിരിച്ചടിയുമല്ലേ അത് ഉണ്ടാക്കുക? അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് പോലും കണ്ണിൽ പൊടിയിടാൻ പോലും നടപടി എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? തീർച്ചയായിട്ടും അഭിലാഷ, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു കഷ്ടിച്ച് 3-4 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്നൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജനുവരി തൊട്ട് ക്യാമ്പയിൻസൊക്കെ ആരംഭിക്കുന്നെന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ് കഴിഞ്ഞ ദിവസത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്ന അഭിപ്രായത്തിൽ വന്നത് എന്താണ്? സോഷ്യൽ മീഡിയയെ പോലും കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പാർട്ടിക്ക് കഴിയുന്നില്ല. അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് വിമർശനമാണ് അതിനകത്ത് വന്നത്. എന്ന് പറഞ്ഞാൽ ഈ പോറ്റിയെ കേറ്റി എന്നുള്ള പാട്ടുണ്ടല്ലോ, ഈ പാട്ട് കേരളത്തിന് ഇനി അലയടിക്കുകയാണ്. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും അലയടിക്കുകയാണെങ്കിൽ പാർട്ടിയുടെ അവസ്ഥ എന്താകും? വളരെയേറെ അല്ലേ, പദപ്രയോഗങ്ങൾ കൊണ്ടും പ്രാസഭംഗി കൊണ്ടും ആളുകളുടെ ഇടയിൽ വളരെ സ്വാധീനിച്ചു. വീരമണിയുടെ പഴയ പാട്ടെല്ലാവരും അങ്ങ് മറന്നുപോയി. എല്ലാവരും ഇപ്പോൾ ഈ പാട്ടിൻ്റെ പുറയിലായിരിക്കുകയാണ്. ഇത് ഈ 3-4 മാസം കൂടെ കേരളത്തിൽ അലയടിച്ചാലത്തെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ പാർട്ടി കർശനമായ നടപടിയിലേക്ക് പോകേണ്ടി വരും. അപ്പം കുറ്റപത്രം വരട്ടെ എന്നാണ് ഇപ്പോഴും അദ്ദേഹം പറയുന്നത്. കുറ്റപത്രം ഏത് കാലത്ത് വരാനാണ്? കുറ്റപത്രം ഇതിൻ്റെയൊക്കെ വരണമെങ്കിൽ അതിൻ്റെയൊക്കെ സമയമെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിൽ ഇപ്പോൾ പാർട്ടി നേരിടുന്ന വേറൊരു ചെറിയ പ്രതിസന്ധിയുടെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ ആറന്മുള MLA ആയിരുന്ന ശ്രീ KC രാജഗോപാൽ അവിടെ ഇപ്രാവശ്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. അദ്ദേഹം നമ്മൾ പത്രഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ VS പക്ഷക്കാരനായിരുന്നു, കടുത്ത VS പക്ഷക്കാരനായിരുന്നു അദ്ദേഹം ഈ പ്രായം ചെന്ന ശേഷം വളരെ 70 വയസ്സിന് ഉള്ള ആളാണ് അദ്ദേഹം എന്തിനാണ് അവിടെ മത്സരിച്ചത് എന്നൊക്കെ ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മാറി നിന്നാൽ പോരായിരുന്നോ എന്നൊക്കെ ചില ആക്ഷേപങ്ങളും ഒക്കെ ചില ആളുകളൊക്കെ ഉയർത്തിയിരുന്നു. എന്തായാലും അദ്ദേഹം മത്സരിച്ചു. പക്ഷേ മത്സരിച്ചെങ്കിലും കഷ്ടിച്ച് കടന്നുകൂടുകയാണ് ചെയ്തത്. ആറന്മുള UDFൻ്റെ കയ്യിലുണ്ടായിരുന്ന ആറന്മുള മണ്ഡലം തിരിച്ചു പിടിച്ച നേതാവാണ് അദ്ദേഹം. അക്കാലത്ത് വളരെ VSനോടൊപ്പം നിന്ന വളരെ പ്രമുഖനായ വളരെ ജനകീയനുമാണ് നേതാവാണ്. പക്ഷേ അദ്ദേഹം പൊട്ടിത്തെറിച്ചു. തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ വോട്ട് ശതമാനം കുറഞ്ഞതിനെ തുടർന്ന് അദ്ദേഹം കോഴഞ്ചേരി ഏരിയ സെക്രട്ടറിക്ക്
ഏരിയ സെക്രട്ടറിക്കെതിരെ രൂക്ഷമായ വിമർശനവും പാർട്ടിക്കെതിരെയുമാണ്. പാർട്ടിക്കെതിരെയും പരസ്യമായിട്ട് അദ്ദേഹം സംസാരിച്ചു. നടപടിയെടുക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം MLA ആയിരുന്നു. എന്തുകൊണ്ട് പറ്റുന്നില്ല? ഇത്തരം ചില പ്രശ്നങ്ങൾ പത്തനംതിട്ടയിൽ നിലനിൽക്കുന്നുണ്ട് ഇതിനകത്തിൽ. ആ യാഥാർത്ഥ്യം കൂടെ നമ്മൾ ഇതിനകത്ത് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണെങ്കിലും പക്ഷെ അങ്ങനെ ഒരു അത്തരത്തിൽ അല്ലെങ്കിൽ പാർട്ടി പൊതുവെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.